ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ തമ്പനയിൽ കണ്ടിട്ട് വരുമായിരിക്കും. അതേ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ KSRTC ഇവരുടെ പോക്ക്, റോഡിലൂടെയുള്ള മരണപ്പാച്ചിൽ, അതന്നെയാണ് നമ്മളെ വിഷയം. ഒരുപാട് ആൾക്കാർ ഈ വിഷയത്തിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ചെയ്തിട്ട് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ നമുക്ക് നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദിയാണല്ലോ നമ്മളെ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലാണ് സ്വകാര്യ ബസ്സുകളൊക്കെ യാത്ര റോഡിലൂടെ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ഈ ഭാഗത്തൊക്കെ, എനിക്കറിയില്ല എല്ലാ ജില്ലകളിലും ഇതേപോലെയാണോ. ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കേരളത്തിൽ ഏത് ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്തായാലും ഇതിൽ കമൻറ്റ് ചെയ്യണം. കാരണം എങ്കിലേ പൊതുവായിട്ട് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റുള്ളൂ. എങ്കിലും എൻ്റെ നാട്ടിൽ വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ, വളരെ മോശമായ രീതിയിലാണ് സ്വകാര്യ ബസ്സുകൾ യാത്ര ചെയ്യുന്നത്. വളരെയധികം ഭീഷണിയാണ്. പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര ഭീഷണിയായ രീതിയിലാണ് ഇവരൊക്കെ പോണത്. കാരണം അവർ വരുന്ന സമയത്ത് മാറിക്കൊടുക്കണം. റോട്ടിലൂടെ ഇപ്പോൾ ഒരു KSRTC ബസ്സാണെന്നുണ്ടെങ്കിലും അതുപോലെ ഒരു പ്രൈവറ്റ് ബസ്സാണെന്നുണ്ടെങ്കിലും അവർ റോട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കണം. കാരണം അവർക്കാണ് പ്രയോറിറ്റി, നമുക്ക് പ്രയോറിറ്റി ഇല്ല. അവർ രണ്ടറ്റം മാത്രം കൂട്ടിമുട്ടിയാൽ മതി, നമ്മളെ രണ്ടറ്റം കൂട്ടിമുട്ടണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് ഓലാണ് ഓണടിച്ചാണ് മാറിക്കൊടുക്കണം. അതിൻ്റെ മെയിൻ ഉത്തരവാദികൾ ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ ഇവിടുത്തെ ഗതാഗത വകുപ്പും MPD അവർക്കൊക്കെ ഇതിൽ ഉത്തരവാദികളാണ്. അവരൊന്നും ഇത് നിയന്ത്രിക്കാനുള്ള ശാസ്ത്രീയപരമായ ഒരു മാർഗം ഇതുവരെ അവർ കണ്ടെത്തിയിട്ടില്ല. ഇനി ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, അപകടങ്ങൾ ഒരുപാട് നടക്കും. എങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും നമ്മളെ അഭിപ്രായം നമുക്ക് പറയണമല്ലോ. അത് നമ്മൾ ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ കുറച്ചായിട്ട് നാട്ടിൽ നമ്മൾ പുറത്തേക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മളെ ബൈക്കിലൊക്കെ പോണ സമയത്തുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഈ ബസ്സുകളൊക്കെ ബാക്കിൽ വന്ന് അങ്ങനെ ഓണടിച്ച് നമ്മുടെ ഈ റോഡിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. എങ്കിലും റോഡിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർക്ക് മാത്രം ഈ റോഡിൽ എല്ലാവർക്കും പ്രയോറിറ്റി ഉണ്ട്. അത് ഇവർക്കൊരു പ്രത്യേക പ്രയോറിറ്റി. ഞങ്ങൾ പോയിട്ട് മതി എന്നുള്ള ഞങ്ങളെ പ്രശ്നങ്ങളാണ്, ഞങ്ങളെ അരിപ്രശ്നമാണ്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അരിപ്രശ്നം ഇല്ലാത്ത പോലെയാണ് ഇവരെ ഇതൊക്കെ കാണുന്ന സമയത്ത്. നല്ല രീതിയിൽ ഓടിക്കുന്ന ബസ്സുകാരുണ്ട് കേട്ടോ. KSRTC ആണെങ്കിലും അതേപോലെ തന്നെയാണ്. പിന്നെ ഇത് കണ്ടിട്ടാണല്ലോ ബാക്കിയുള്ള എപ്പോഴുള്ള പുതുതലമുറയൊക്കെ പഠിക്കണത്. നിങ്ങളെ വണ്ടി കണ്ടിട്ടാണ് പുതുതലമുറയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിക്കണത്. എല്ലാവരും റോങ് സൈഡുകൾ കൊണ്ടുപോയി ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടാൽ പേടിയാവും. ഓപ്പോസിറ്റൊക്കെ ബൈക്കുകാരൊക്കെ മുന്നിലേക്കൊക്കെ കയറി വരുന്നത് കണ്ടാലേ. ഇതിനെതിരെ ഇപ്പോൾ എനിക്ക് തോന്നണില്ല എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളത്. എങ്കിലും ഞാൻ വീഡിയോ ഇടുകയാണ്, ഇവിടെ കിടക്കട്ടെ വീഡിയോ. പിന്നെ നിങ്ങളെ എക്സ്പീരിയൻസ്, നിങ്ങൾ ഈ വീഡിയോ ഏത് സ്ഥലത്തു നിന്നാണ് കാണുകയാണെങ്കിലും നിങ്ങളെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.